യേശുക്രിസ്തുവിൻ്റെ തിരുജനന പെരുന്നാളിൻ്റെ തൊട്ടടുത്ത ദിവസം ഡിസംബർ മാസം 26 പരിശുദ്ധ ദൈവമാതാവിൻ്റെ പുകഴ്ച പെരുന്നാൾ ആയിട്ട് സഭ ആചരിക്കുന്ന ദിവസമാണ്. അതിൻ്റെ അടുത്ത ദിവസം നാളെ 27 ശിശു സഹോദരന്മാരുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്ന ദിവസവുമാണ്. ഇന്ന് 26 മറ്റൊരു പ്രാധാന്യം കൂടിയുള്ളത് സന്ദർഭവശാൽ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. കൊച്ചി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലത്തെയായിരുന്ന സഹായ മെത്രാപ്പോലത്തെയായിരുന്ന അഭിനന്ദനായ യാക്കോബ് മാർ പോളിക്കർപ്പോസ് തിരുമേനി കാലം ചെയ്തത് 1986 ഡിസംബർ മാസം 26 കൊച്ചി ഭദ്രാസനം ആസ്ഥാനമാകുന്ന കൊരട്ടി അരവനയിൽ തിരുവേനിയുടെ കവർ സ്ഥിതി ചെയ്യുന്നു. 1978 മെയ് മാസം 15 മേൽപ്പെട്ട സ്ഥാനത്തേക്ക് അഭിഷേകം ചെയ്യപ്പെട്ട് 7-8 വർഷമാണ് സഭയുടെ മെത്രാപ്പോലത്തെയായിട്ട് തിരുവേനി ശുശ്രൂഷ അനുഷ്ഠിച്ചത്. 86 ഡിസംബർ മാസം 26 തിരുവേനി കാലം ചെയ്യുകയുണ്ടായി. അങ്ങനെയുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്നുള്ളതുകൂടെ കൃത്യമായിട്ട് സന്ദർഭവശാൽ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പുകഴ്ചയുടെ പെരുന്നാൾ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വാക്കാണ് ഈ പുകഴ്ച എന്ന് പറയുന്നത്. അതിൻ്റെ മലയാളത്തിൻ്റെ മറ്റ് പര്യായ പദങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാം എനിക്കറിയുകയില്ല. പുകഴ്ചയെന്നോ സ്തുതിപ്പെന്നോ അല്ലെങ്കിൽ അഭിനന്ദനമെന്നോ അനുമോദനമെന്നോ ഒക്കെയുള്ള പര്യായ പദങ്ങൾ അതിന് ഉണ്ടായിരിക്കാം. പക്ഷെ ദൈവമാതാവിൻ്റെ പുകഴ്ചയുടെ പെരുന്നാൾ നാം ആചരിക്കുമ്പോൾ ഇങ്ങനെയുള്ള അഭിനന്ദനങ്ങളോ അനുമോദനങ്ങളോ അല്ലെങ്കിൽ ആശംസകളോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാതാവിൻ്റെ ദിവസത്തെ പുകഴ്ചയുടെ പെരുന്നാളായിട്ട് നാം ആചരിക്കുന്നത്? പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള 5-6 പെരുന്നാളുകളെങ്കിലും സഭയിൽ ആചരിക്കുന്നുണ്ട്. മാതാവിനോടുള്ള വചനിപ്പിൻ്റെ പെരുന്നാളുണ്ട്, മാതാവിനോടുള്ള വചനിപ്പ് പുകഴ്ച പെരുന്നാള്, മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാള്, വിത്തുകൾക്ക് വേണ്ടിയുള്ള മാതാവിൻ്റെ പെരുന്നാള്, അങ്ങനെ 5-6 പെരുന്നാളുകൾ പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിൽ തന്നെ സഭയിൽ ആചരിക്കുന്നു. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ തിരുജനനത്തിൻ്റെ തിരുപ്പിറവിയുടെ ആഘോഷം ഇന്നലെ നാം നടത്തുകയുണ്ടായി. ആ തിരുപ്പിറവിയുടെ വേദഭാഗങ്ങൾ സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുമ്പോൾ ഒരു വലിയ യാത്ര നാം കാണുന്നുണ്ട്. അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ യൗസേപ്പും കന്യക മറിയാമും അവര് നസ്രയത്തിൽ നിന്നും ബേത്ലഹേമിലേക്കുള്ള ഒരു യാത്ര, ഗർഭവതിയായ ഒരു സ്ത്രീ ഒരുമിച്ച് ഉള്ള ഒരു യാത്ര, മറിയാം എന്ന ഗർഭവതിയായ ഭാര്യയെ കൂട്ടിക്കൊണ്ട് ജോസഫ് എന്ന് പറയുന്ന പിതാവ് ഒരുമിച്ചുള്ള യാത്ര. ഈ യാത്രയുടെ ക്ലേശം എത്രമാത്രമായിരുന്നുവെന്ന് ഇന്ന് നാം വാക്കുകളിൽ വിശദീകരിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആധുനികമായ റോഡ് സംവിധാനവും യാത്രാ സംവിധാനവും ഒക്കെയുള്ള ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന നമുക്ക് പലസ്തീൻ നാട്ടിലെ മലകളെപ്പറ്റിയോ കുന്നുകളെപ്പറ്റിയോ താഴ്വരകളെപ്പറ്റിയോ അവിടെ കൂടെയുള്ള യാത്രയുടെ ക്ലേശകരമായ അനുഭവങ്ങളെപ്പറ്റിയോ ഒന്നും അത്ര അധികമൊന്നും വേദപുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുമില്ല. ആ കാര്യങ്ങളെപ്പറ്റി അധികമൊന്നും അനുമാനിക്കാൻ സാധിക്കുകയുമില്ല. എങ്കിൽ തന്നെയും നാം ഒരു വാക്കിൽ പറയും ക്ലേശകരമായ ഒരു യാത്രയായിരുന്നുവെന്ന്. അങ്ങനെ ക്ലേശകരമായ യാത്ര ചെയ്താണ് ജോസഫും മറിയയും നസ്രയത്തിൽ നിന്നും ബേത്ലഹേമിൽ എത്തിച്ചേരുന്നതും അവിടെയും ശിശുവിന് ജന്മം കൊടുക്കുന്നതിന്
ഇടം അന്വേഷിച്ച് നടക്കുന്നതും ഇടം ലഭിക്കാതെ വരുന്നതും, ശിശുവിന് ജന്മം കൊടുത്തതിന് ശേഷം പശുത്തൊട്ടിലിൽ കീറത്തുണി ചുറ്റി അവനെ കിടത്തി എന്നുമൊക്കെയുള്ള ഭാഗങ്ങൾ നാം വായിക്കുന്നുണ്ട്. അതുമുതലുള്ള വിശുദ്ധ മറിയാമിന്റെ ജീവിതയാത്ര, അത് കാൽവറി വരെയുള്ള യാത്രയെങ്കിലും നമുക്ക് വേദോസ്തവത്തിൽ അവിടെ അവിടെയായിട്ട് പരാമർശിക്കുന്നുണ്ട്. 8-ാം ദിവസം ദേവാലയത്തിലേക്ക് ശിശുവിനെ കൊണ്ടുപോകുന്നതും, പരിച്ഛേദനയ്ക്കായിട്ട് പോകുന്നതും, 12-ാം വയസ്സിൽ ശിശുവിനെ കൂട്ടിക്കൊണ്ട് യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോകുന്നതും, അങ്ങനെയുള്ള യാത്രകളെപ്പറ്റിയുള്ള കൊച്ചു കൊച്ചു വിവരണങ്ങൾ അവിടെ അവിടെയായിട്ട് സുവിശേഷം നാം കാണുന്നുണ്ട്. അവസാനം നാം കാണുന്നൊരു കാഴ്ച, കാൽവറിയിൽ മകൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരമ്മയുടെ ദൃശ്യം. ആ കുരിശിനോട് ചേർന്ന് മാതാവായ മറിയാമും മറ്റേതാനും വിശുദ്ധ സ്ത്രീകളും മാത്രം ഉണ്ടായിരുന്നു. മറ്റെല്ലാവരും അവിടെ നിന്ന് ഓടി അകലുന്നു. അപ്പോൾ ഈ കാഴ്ച കണ്ടു നിൽക്കേണ്ടി വരുന്ന ആ ആളിനെ, മകൻ കുരിശിന്മേൽ പിടഞ്ഞു മരിക്കുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന ഒരമ്മയെ നാം പറയുന്നു, അമ്മേ നീ ഭാഗ്യവതിയാണെന്ന്. ഇന്ന് പല മക്കളും പിടഞ്ഞു മരിക്കുകയോ പലരെയും കൊല്ലുകയോ ചെയ്യുന്ന അമ്മമാരുണ്ട്. പലരുടെ മരണം കണ്ടു നിൽക്കേണ്ടി വരുന്ന ഹതഭാഗ്യരായ അമ്മമാരുണ്ട്. അല്ലെങ്കിൽ മക്കൾ അമ്മമാരെ കൊല്ലുന്ന അനുഭവങ്ങളും ഇന്നുണ്ട്. പക്ഷെ അത് ഈ മരണവും ഈ കാഴ്ച അങ്ങനെയുള്ള ഒന്നല്ല. കാൽവറിയിൽ ഏകജാതനായ മകന്റെ മരണം കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരമ്മയുടെ അവസ്ഥ. പക്ഷെ ആ അമ്മയുടെ പെരുന്നാളിനെ നാം പറയുന്നു, ഇത് പുകഴ്ചയുടെ പെരുന്നാളാണ്, ഇത് ഭാഗ്യവതിയായ ഒരമ്മയുടെ പെരുന്നാളാണ് എന്ന് നാം പറയുന്നു. എങ്കിൽ ഭാഗ്യം എന്നുള്ള വാക്കിന്റെ വിശകലനം എന്താണ്? അതിന്റെ വ്യാഖ്യാനം. ഭാഗ്യം എന്നുള്ള വാക്കിന് നമുക്ക് ഒട്ടേറെ വിശകലനമുണ്ട്. ഭാഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകൾ ലോകപ്രകാരമുള്ള വിജയങ്ങളാകാം, നേട്ടങ്ങളാകാം, സമ്പാദ്യങ്ങളാകാം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഭാഗ്യം എന്ന വാക്കിന്റെ നാം നൽകുന്ന വിശകലനങ്ങൾ. എന്നാൽ പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, കഷ്ടത സിദ്ധതയെയും, സിദ്ധത സഹിഷ്ണുതയെയും, സഹിഷ്ണുത പ്രത്യാശയും ഉളവാക്കുന്നു പറഞ്ഞത്. കഷ്ടതയിൽ ഞാൻ സന്തോഷിക്കുന്നു. അതാണ് പൗലോസ് അപ്പോസ്തലന്റെ തത്വശാസ്ത്രം. ഈ തത്വശാസ്ത്രം ലോകത്തിന് അപ്രകാരം മനസ്സിലാകുന്നൊരു തത്വശാസ്ത്രമല്ല. കഷ്ടതയിൽ സന്തോഷിക്കുന്നു എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രം. രോഗത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, എനിക്കുണ്ടായ രോഗത്തെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു, എനിക്കുണ്ടായ സാമ്പത്തിക നഷ്ടത്തെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു, എനിക്കുണ്ടായ പരീക്ഷയിലെ പരാജയത്തെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു എന്നിങ്ങനെ പറയുന്ന ആരെയും ഇന്ന് വരെ നാം കണ്ടിട്ടില്ല. കാരണം അതൊരു ലോകപ്രകാരമുള്ള ശരിയായ തത്വശാസ്ത്രമല്ല. ലോകപ്രകാരമുള്ള തത്വശാസ്ത്രം അനുസരിച്ച് വിജയങ്ങളും നേട്ടങ്ങളും സമ്പാദ്യങ്ങളും ആരോഗ്യവും ഒക്കെയാണ് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ. 2025 എന്ന് പറയുന്ന ഒരു വർഷം അവസാനിക്കുമ്പോഴും ഇപ്രകാരമുള്ള അനേകം ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നു വരും. കഴിഞ്ഞൊരു വർഷക്കാലത്തെ എൻ്റെ ജീവിതാനുഭവം എങ്ങനെയുണ്ടായിരുന്നു, എൻ്റെ കുടുംബജീവിതം എങ്ങനെയുണ്ടായിരുന്നു, എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം എങ്ങനെയുണ്ടായിരുന്നു, എൻ്റെ സമ്പാദ്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, ബാങ്ക് ബാലൻസ് എത്രമാത്രം വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു, ഭൂസ്വത്തുക്കൾ എത്രമാത്രം കൂടി വാങ്ങിക്കൂട്ടുന്നതിന് സാധിച്ചു, എത്രയെല്ലാം കൂടെ പരീക്ഷകൾ എഴുതി വിജയം വരിക്കാൻ സാധിച്ചു. ഇതൊക്കെയാണ് പലപ്പോഴും നമ്മുടെ ഒരു വർഷാവസാനമാകുമ്പോഴേക്കും നമ്മുടെ ചിന്തകൾ. എങ്കിൽ ഇവിടെ പറയുന്നു, കഷ്ടതയിൽ ഞാൻ സന്തോഷിക്കുന്നു, നഷ്ടങ്ങളിൽ ഞാൻ ആനന്ദിക്കുന്നു, കുരിശിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നുവെന്ന്. ഈ തത്വശാസ്ത്രം എന്നെ നിങ്ങളെയും നയിക്കുന്നതിനും ഭരിക്കുന്നതിനും ഇടയാകട്ടെ. ലോകപ്രകാരമുള്ള നേട്ടത്തെക്കാൾ ഉപരിയായിട്ട് ദൈവികമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് ദൈവം കൂടെയുള്ള ഒരു വാസം, ദൈവം കൂടെയുള്ള ഒരു ജീവിതം, ലോകപ്രകാരമുള്ള നഷ്ടങ്ങൾക്കാൾ ഉപരി ഇമ്മാനുവേൽ,
അതാണല്ലോ ദൈവം നമ്മോടുകൂടെ, നസ്രായനായ യേശു നമ്മോടുകൂടെ. ജീവിതത്തിൽ ക്രിസ്തു എന്നോട് കൂടെയുണ്ട്. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും എന്നോടുകൂടെ നിത്യമായി നിത്യനായി എന്റെ സന്തത സഹചാരിയായി എന്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും സാധിക്കുമെങ്കിൽ അതാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം സമാധാനവും സന്തോഷവും ശാന്തിയും നൽകുന്നത്. ലോകപ്രകാരമുള്ള നേട്ടങ്ങളെക്കാൾ ഉപരി ദൈവം എന്നോട് കൂടെയുണ്ട്. 2025 ആണ്ടിൽ ദൈവം എന്നോട് കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തി. 2026 അഥവാ എൻ്റെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഈ ദൈവം എന്നോട് കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തണമേ എന്നുള്ള പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവമാതാവിന്റെ ഈ വലിയ പുകഴ്ചയുടെ ഈ പെരുന്നാൾ ലോകപ്രകാരമുള്ള പുകഴ്ചകളേക്കാൾ ഉപരി ദൈവം നൽകുന്ന ശാന്തിയും സമാധാനവും അതിലൂടെ ലഭിക്കുന്ന നന്മയും നമ്മളെല്ലാവരെയും നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.